നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് വീഡിയോയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം 4 അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഫോൺ പേ ഉപയോഗിച്ച് കാറിൻ്റെ ഇൻഷുറൻസ് പോളിസി നമുക്ക് പുതുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരിടത്തും പോകേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഫോൺ പേ ഉപയോഗിക്കുന്നവരായിരിക്കും മാക്സിമം ആൾക്കാർ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വന്ന് ഇവിടെ എത്ര പ്രീമിയം ആണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് പ്രീമിയം നിങ്ങൾക്ക് സൂട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ പേ ഉപയോഗിച്ച് തന്നെ പേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫോൺ പേയുടെ ആപ്ലിക്കേഷൻ ഹോം പേജ് ഓപ്പൺ ആക്കുക. ഹോം പേജ് ഓപ്പൺ ആക്കുമ്പോൾ ഇൻഷുറൻസ് എന്ന സെക്ഷനിൽ കാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പം ഈ കാർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ബൈക്കും. ഞാനിവിടെ ജസ്റ്റ് കാറിൻ്റെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം കാറിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങളുടെ കാറിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് തെറ്റാതെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ടൈപ്പാണ് നിങ്ങളുടെ കാർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റെ ഹുണ്ടായി ഗ്രാൻഡ് ഐട്ടൺ ആണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഹുണ്ടായി ഗ്രാൻഡ് ഐട്ടൺ, നമ്മുടെ വണ്ടിയുടെ പേര്, ടൈപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാറിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇയർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് വർഷമാണോ നിങ്ങളുടെ കാറ് പുതിയതായിട്ട് വാങ്ങുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തത് അത് നിങ്ങളുടെ വണ്ടിയുടെ ബുക്കും പേപ്പറിൻ്റെ അകത്തുണ്ട്. ആ ഒരു രജിസ്ട്രേഷൻ്റെ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കാറ് ഒരു പ്രൈവറ്റ് വണ്ടിയാണോ അതോ ഒരു കൊമേഴ്സ്യൽ ടാക്സി വണ്ടിയാണോ? അപ്പം എൻ്റെ പ്രൈവറ്റ് വണ്ടിയാണ്, അതുകൊണ്ട് പേഴ്സണൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വാട്ട് ഈസ് യുവർ പ്രീവിയസ് പോളിസി ടൈപ്പ്, നമുക്ക് ഇതിന് മുമ്പുള്ള പ്രീവിയസ് പോളിസി ടൈപ്പ് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എൻ്റെ പ്രീവിയസ് പോളിസി ടൈപ്പ് കോംപ്രഹെൻസീവ് ആയിരുന്നു. നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോഴും കോംപ്രഹെൻസീവ് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം കോംപ്രഹെൻസീവ് പോളിസിക്കാണ് നമുക്ക് നമ്മുടെ വണ്ടിക്കും അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്കും എല്ലാവർക്കും ഒരു ക്ലെയിം ചെയ്തെടുക്കണമെങ്കിൽ കോംപ്രഹെൻസീവ് പോളിസിക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടായെങ്കിലും നമുക്ക് കോംപ്രഹെൻസീവ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വണ്ടിക്കും ഒരു നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ. ഇനി നമ്മുടെ ഹാസ് യുവർ പ്രീവിയസ് പോളിസി എക്സ്പയർഡ്, അപ്പോൾ നമ്മുടെ പോളിസി എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ യെസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ ഇവിടെ പോളിസി എക്സ്പയർ ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നോ എന്നതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പം ഒരു ദിവസം മുമ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നോ എന്നതാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫൈൻ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് അടയ്ക്കേണ്ട വരുള്ളൂ. നിങ്ങളുടെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് ലാസ്റ്റ് പോളിസി പീരീഡിൽ നിങ്ങൾ എന്തെങ്കിലും ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടോ, അതായത് എന്തെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും തട്ടുമുട്ടുമൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പോളിസി പീരീഡിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം നിങ്ങൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു നഷ്ടപരിഹാരം മേടിച്ചിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു ഇൻസിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നോ എന്നതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യൂ പ്ലാൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറേ കമ്പനികളുടെ പ്ലാൻസ് വരും. അപ്പം ഗോ ഡിജിറ്റിൻ്റെ വരും 3776 രൂപയാണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് ഇന്ത്യ 3800, റിലയൻസ് ജനറൽ 3900. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കമ്പനികളുടെ പ്ലാൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ IDV വാല്യൂ എന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ IDV വാല്യൂ ഗോ ഡിജിറ്റിൻ്റെ 1,10,000 രൂപയാണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് ഇന്ത്യയുടെ 1,77,000 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ കമ്പനികളുടെയും അവർ പ്രൊവൈഡ് ചെയ്യുന്ന IDV വാല്യൂവും ഇവിടെ വരുന്ന പ്രീമിയവും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രീവിയസ് പോളിസി ഇൻഷുറൻസ് പോളിസിയിൽ വണ്ടിയുടെ IDV വാല്യൂ കിടക്കുന്നുണ്ടാകും. അത് എത്രയാണോ അതിന് സമാനമായ IDV വാല്യൂ സെലക്ട് ചെയ്യാൻ നോക്കുക. എൻ്റെ ഇതിന് മുമ്പുണ്ടായിരുന്നു 180 ആയിരുന്നു. അപ്പം അതിന് സമാനമായിട്ടുള്ള IDV വാല്യൂ ആണ് 177. അപ്പം ഞാൻ ആ ഒരു IDV വാല്യൂ തന്നെയാണ് ഇടാൻ താല്പര്യം. കാരണം വണ്ടിക്ക് എന്തെങ്കിലും നഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് IDV വാല്യൂ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം IDV വാല്യൂ തന്നെ കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്ലെയിം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പം IDV വാല്യൂ നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ വണ്ടിയുടെ ഉള്ളത് ഇതിന് മുമ്പത്തെ ഇയറിൽ അതിന് ഏകദേശം സെയിം ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് എന്ന പോളിസി ഇഷ്ടപ്പെട്ടു, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടൈപ്പ് കോംപ്രഹെൻസീവ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈക്കൊക്കെ തേർഡ് പാർട്ടി ചെയ്യുകയാണെങ്കിൽ അവിടെ മൂന്നാമതൊരാൾക്ക് മാത്രമാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓണറിനോ അല്ലെങ്കിൽ ബൈക്കിനോ ഒന്നും ആ ഒരു ക്ലെയിം ബാധകം അല്ല, സ്വന്തം ബൈക്കിന്. ഇപ്പം ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേനും ഈ ഒരു പ്ലാൻ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഒരു ആക്സിഡൻ്റൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അത് കവർ ചെയ്യുന്നത്, ഒരു ഫയർ വെച്ച് കവറേജ് ചെയ്യുന്നത്, നാച്ചുറൽ കലാമിറ്റി, തെഫ്റ്റ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് 15 ലക്ഷത്തിൻ്റെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് മാൻഡേറ്ററി ആണ് ബൈ ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി 15 ലക്ഷത്തിൻ്റെ ഇങ്ങനെ ഒരു പോളിസി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻവാലിഡ് ആണെങ്കിലും നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്തു പോകാം. അല്ലാത്ത പക്ഷം 1 ഇയർ കവറാണ് 275 രൂപയാണ്. ഇത് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് ചെയ്യുക തന്നെ ചെയ്യുക. അപ്പം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഓണറിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പേര്, നിങ്ങളുടെ വണ്ടിയുടെ ഓണറിൻ്റെ പേര് അടിച്ചു കൊടുക്കുക, മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ പേരടിച്ചു കൊടുക്കുമ്പോൾ RC ബുക്കിലുള്ളതുപോലെ തന്നെ സെയിം ആയിട്ട് അടിച്ചു കൊടുക്കാൻ നോക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിലെ
എന്താണോ പേര് ഓണറിൻ്റെ അതുപോലെ തന്നെ സെയിം ആയിട്ട് അടിച്ചു കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ഓണർ ഡീറ്റെയിൽസ് എന്നതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് വളരെ സിമ്പിളാണ്. ജസ്റ്റ് പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആധാർ കാർഡ് നമ്പറും ഒക്കെയാണ്. ഇത്ര അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മളോട് പ്രീവിയസ് പോളിസിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അധികം ഒന്നുമില്ല, എന്നാണ് എക്സ്പയർ ആകുന്നത്, അതായത് നിങ്ങളുടെ പോളിസി ഇപ്പം നാളെയാണ് എക്സ്പയർ ആകുന്നതെങ്കിൽ നാളത്തെ ഡേറ്റ് അടിച്ചു കൊടുക്കുക, അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എക്സ്പയർ ആകുന്നതെങ്കിൽ ഒരാഴ്ചത്തെ കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ഡേറ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിന് മുമ്പ് ഏത് പോളിസിയാണ് എടുത്തത്, ഏത് കമ്പനിയുടെ പോളിസിയാണ് എടുത്തതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ICICIയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ HDFCയുടെ ആയിരിക്കാം. അപ്പോൾ ഇതിന് മുമ്പത്തെ എൻ്റെത് ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ ആയിരുന്നു എൻ്റെ പ്ലാൻ. അതുകൊണ്ട് ഞാൻ ന്യൂ ഇന്ത്യ അഷുറൻസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ പ്രീവിയസ് പോളിസി നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പോളിസിയുടെ ആ പേപ്പറിൽ ക്ലിയർ ആയിട്ടൊരു വലിയൊരു അക്കം, ഏകദേശം 20 ഡിജിറ്റോളം വരും. ആ ഒരു നമ്പർ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഹാവ് യു ക്ലെയിംഡ് ഇൻ ദ ലാസ്റ്റ് പോളിസി പീരീഡ്, നിങ്ങൾ കഴിഞ്ഞ പോളിസി പീരീഡിൽ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നോ എന്ന് ക്ലിക്ക് ചെയ്തു. പ്രീവിയസ് നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞിട്ട് 50% എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അത് അവിടെ തന്നെ കിടന്നോട്ടെ, അത് 50% തന്നെ ഇടുക. ഇനി നമുക്ക് നോമിനി ഡീറ്റെയിൽസ് ഉണ്ട്, അതായത് നമുക്കൊരു നോമിനിയും കൂടെ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാദർ, മദർ, ബ്രദർ ഏതാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫാദറിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ ഫാദറിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ഫാദറിൻ്റെ ഏജ് അടിച്ചു കൊടുക്കുക നിങ്ങളുടെ. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെയാണ് 1 ഇയർ കോംപ്രിഹെൻസീവ് പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 50% നോ ക്ലെയിം ബോണസ് ഉണ്ട്. അതുപോലെ തന്നെ കവറേജ് 1,97,000 നമുക്ക് ID വാല്യൂ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 1,77 എന്ന് പറഞ്ഞാൽ 1,97 ആയി. നമ്മൾ പ്രീവിയസ് പോളിസി ഒന്നും നമ്മൾ ക്ലെയിം ചെയ്യാത്തതുകൊണ്ട്, നമ്മുടെ ഡ്രൈവിംഗ് നല്ലതായതുകൊണ്ടും നമുക്ക് ഒരു ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് അവർ 1,97 ID വാല്യൂയിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. 3 ജനുവരി 2023 തൊട്ട് 2 ജനുവരി 2024, കറക്റ്റ് 1 ഇയർ ആണ്. അതുപോലെ തന്നെ വണ്ടിയുടെ പേര്, വണ്ടിയുടെ ടൈപ്പ്, നമ്മുടെ ചേസസ് നമ്പർ, എൻജിൻ നമ്പർ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ RC ബുക്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പം ആ ഒരു എമൗണ്ട് ടോട്ടൽ നമ്മൾ അടയ്ക്കേണ്ടത് 4,939 രൂപയാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ആദ്യമേ നമ്മളെ 3,800 രൂപ വരെ കാണിച്ചെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ, അതായത് തേർഡ് പാർട്ടി ലയബിലിറ്റീസ്, അതുപോലെ തന്നെ PA കവർ, ഓണർ ഡ്രൈവർ നമ്മൾ ആ 275 രൂപ സെലക്ട് ചെയ്തത്, അതുപോലെ തന്നെ GST 753, ഓൺ ഡാമേജ് പ്രീമിയം 495. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് പോയി ചെയ്ത് കഴിഞ്ഞാലും ആകുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആദ്യമേ കാണിക്കുന്ന ആ ഒരു എമൗണ്ടിൽ നിന്ന് ഈ ഒരു പ്രീമിയംസ് എല്ലാം ആഡ് ചെയ്താണ് ഫൈനലി നമ്മൾ അടയ്ക്കേണ്ടത്. ടോട്ടൽ 4,939 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇത് ആർക്കും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെ വണ്ടിക്ക് ചെയ്തത് എക്സാക്റ്റ് ആയിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേ ഒരു മെത്തേഡിൽ ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ തന്നെ, ഇൻഷുറൻസ് പർച്ചേസർ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ട് PhonePeയിലോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമെയിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോളിസി ലഭിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് പേജിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ അവിടെ പോളിസി നമ്പറും കാര്യങ്ങളും എല്ലാം കിട്ടും. ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ ഒന്ന് നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഗൂഗിൾ ഡ്രൈവിലേക്കോ എങ്ങോട്ടെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുക പെർമനൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു മെത്തേഡിൽ വളരെ സിമ്പിളായിട്ട് ഈ പോളിസി എക്സ്പയർ ആയവർക്കും ചെയ്യാൻ സാധിക്കും, പോളിസി ഇനി എക്സ്പയർ ആകാനുള്ളവർക്കും ചെയ്യാൻ സാധിക്കും, കാറിൻ്റെയും ചെയ്യാൻ സാധിക്കും, ബൈക്കിൻ്റെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ കാറിൻ്റെ കോംപ്രഹെൻസീവ് പോളിസിയാണ് ചെയ്തത്. എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും PhonePe എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മറ്റ് ഒരു പ്രൈവറ്റ് പ്ലേസിൽ പോയി അവിടെ നമുക്ക് അത്രയും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.